ഹായ് ഓൾ, ഇന്ന് പൈപ്പ് ക്ലീനർ ഫ്ലവറിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു വൈറ്റ് കളർ ഫ്ലവർ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലീവ്സിന് ഗ്രീൻ കളറും ഫ്ലവറിന് വൈറ്റ് കളറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വേണം. പിന്നെ നമ്മൾ ഒരു വൈറ്റ് കളർ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റാക്കി ജോയിൻ ചെയ്യണേ, അപ്പോൾ നമുക്ക് നല്ല നീട്ടത്തിൽ കിട്ടും. സാധാരണ പൈപ്പ് ക്ലീനറിനേക്കാളും നല്ല ലെങ്തി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ രണ്ടെണ്ണം ടൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റിക്കിലേക്ക് നമ്മുടെ ഈ പൈപ്പ് ക്ലീനർ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കണം. ചുറ്റിയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് പ്രസ് ചെയ്തും കൊടുക്കണം, ഇത് ഈ വീഡിയോ കാണുന്ന പോലെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം രണ്ട് എൻഡിൽ നിന്നും. എന്നിട്ട് നമുക്ക് ഊരി എടുക്കാം കേട്ടോ. ഇങ്ങനെ ഊരി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നില്ലേ എന്ന് നോക്കിക്കേ. നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ആ പൈപ്പ് ക്ലീനർ നന്നായിട്ട് ബെൻഡായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൂവിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ രണ്ടും കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്വിസ്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ അതിൻ്റെ 4 വശവും കൂടി നമുക്ക് ഒരുമിച്ച് വലിച്ച് ഏകദേശം ഒരു ലെങ്ത്തിലാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. 4 പൈപ്പ് ക്ലീനറും കൂടി ഏകദേശം ഒരേ രീതിയിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റിക്ക് ഇതുപോലെ അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൈപ്പ് ക്ലീനർ തന്നെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്തേക്ക് നന്നായിട്ട് പിടിച്ചിരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പൂവാണ് അത് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് നമുക്കൊരു ഗ്രീൻ കളർ ടേപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഈ തണ്ടിലൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. ആ പൂവിൻ്റെ എൻഡ് മുതൽ ബാലൻസ് ആ തണ്ടിലേക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റിന് ചുറ്റണേ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് പോകണം ഗ്രീൻ കളർ ടേപ്പ് ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്ലവർ കാണാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ലീഫാട്ടോ. ലീഫ് ഞാൻ ഉണ്ടാക്കാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുത്ത് ഇതുപോലെ ക്രോസ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ 6 പൈപ്പ് ക്ലീനർ ആട്ടോ ടോട്ടൽ വരുന്നത്. ഇത് ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കട്ടിക്കൊരു ലീവ്സിൻ്റെ ഷേപ്പ് കിട്ടും. അത് നമുക്ക് നന്നായിട്ട് ചേർത്ത് പിടിച്ച് ആ ലാസ്റ്റത്തെ ഏറ്റവും നീട്ടം കൂടിയ ഒരു പൈപ്പ് ക്ലീനർ വെച്ചൊന്ന് നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലീവ്സിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ലീവ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് നല്ല ഷേപ്പിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ലീവ്സ് കിട്ടും. ഇനി നമ്മുടെ ആ ലീവ്സ് നമ്മുടെ ഫ്ലവറിലേക്ക് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞോണ്ട് ആ ഗ്രീൻ കളർ ടേപ്പ് വെച്ച് തന്നെ നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നീറ്റ് ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിങ്ക് കളറാട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത്. അത് നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ടിപ്പ് ഭാഗത്തായിട്ട് ഏകദേശം ഇതുപോലെ നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് നമ്മൾ കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ആ നാച്ചുറൽ ലുക്ക് പോവും. അപ്പോൾ ഏകദേശം ടോപ്പിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡ് വരുന്ന രീതിയിൽ മുകളിൽ നിന്ന് താഴെയിട്ട് എല്ലാ ഫ്ലവറിലും നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ മാത്രമായിട്ട് ഇരുന്നപ്പോൾ നമ്മുടെ ഫ്ലവർ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് ആട്ടോ കൊടുത്തത്. നിങ്ങൾക്ക് വയലറ്റോ റെഡോ യെല്ലോയോ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഓരോ ഫ്ലവറിനും ഓരോന്നിലായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ എല്ലാത്തിലും ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കേട്ടോ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് നമ്മൾ ലീവ്സും ബാക്കി കളറുകളെല്ലാം കൊടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര സിമ്പിളാണെന്ന് നോക്കിക്കേ. നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ആ ഫ്ലവേഴ്സ് എല്ലാം ഞാനൊരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ഭംഗി അത് കാണാൻ നോക്കിക്കേ. നല്ലൊരു നീറ്റ് ലുക്കായിട്ടുണ്ട്. വെറും ഒറ്റ കളർ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഇത്രയും നല്ലൊരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റായിട്ട് വരാം കേട്ടോ. അതുവരെ ബൈ.